ഹലോ, ഞങ്ങളിപ്പോ എത്തിയിരിക്കുന്ന ഹൈദരാബാദിലെ എന്റെ ഫ്രണ്ട് മൃദുലയുടെ വീട്ടിലാണ്. അപ്പൊ ഇനി ഇവിടെ കുറച്ച് ദിവസം ഞാനുണ്ട് കേട്ടോ. അപ്പൊ കാണാം വിശേഷങ്ങളൊക്കെ. വന്നപ്പോ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കഴിക്കുന്ന വെപ്പാതിന് മറന്നുപോയി വീഡിയോ എടുക്കാൻ. മൃദുല സാറും കൂടെ ഞങ്ങൾക്ക് എന്താ പൊറോട്ട, സ്വീറ്റ്സ് പൊറോട്ട. ഇത് എവിടത്തെയാണോ പറഞ്ഞത്? സിംഗപ്പൂര് പൊറോട്ടയാണോ പറഞ്ഞത്? അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ ചായ കുടിക്കണം കേട്ടോ. പുള്ളിക്കാരി എനിക്ക് കോഫി ഇട്ടുന്നു. കോഫി ചായ അല്ല, കോഫി. നല്ല ഉറക്കമായിരുന്നേ. ഉറങ്ങിയിട്ട് എഴുന്നേറ്റപ്പോഴത്തേക്ക് മൃദുല വേണ്ട എല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചു. ഇവിടെ പ്രായമുള്ള രണ്ടുപേരുണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കുറെ കൂടെ കിടന്നുറങ്ങിയാണ്. നമുക്ക് കഴിക്കണ്ട. എന്നോട് വിളമ്പാൻ പറഞ്ഞു, കഴിക്കാൻ പറഞ്ഞു. ഞാൻ വിളമ്പുന്നതിനും കഴിക്കുന്നതിന് കാണിക്കാം. പൊരിച്ച കോഴിയുടെ ബിരിയാണി കഴിച്ചിട്ടില്ലെന്ന് പറയുന്നത് എങ്ങനെയാണത് വെച്ചേ? കസേര വേണ്ട, അവിടെ ഇരിക്കുവാണ്. കസേരയാണോ? പ്ലേറ്റ് ആറുണ്ട്. കസേര നീ ഇരിക്കാം. എന്റെ മൃദുല ഒന്ന് ഇരിക്കൂ. നമുക്ക് തരട്ടെ. സാലഡ്, സള്ളാസ് അങ്ങനെ കണ്ടു പറയല്ലോ. സാർ ഇതെടുത്തോ. മൃദുലക്ക് ആണോ? ഓ, അത് ശരി. ഇതെന്തോ സൂര്യ കഴിച്ചിട്ടൊന്ന് അഭിപ്രായം കേട്ടിട്ടൊന്ന് കഴിക്കാമെന്ന് ശ്രമിച്ചു. എന്റെ അഭിപ്രായം കേൾക്കാൻ ഇരിക്കുവോ? ഇത് മൃദുലയുടെ ചിറ്റപ്പനും കുഞ്ഞമ്മയുമാണ്. ആരോട് ഈ പറയുന്നേ? അത് നിങ്ങൾ കണ്ടോണം, മക്കള് കണ്ടോണം. ഫോട്ടോഗ്രാഫേഴ്സ് വരുമ്പോൾ ഞങ്ങൾ അധികം കഴിക്കാറില്ല. കൊള്ളാം. ചിക്കൻ കഴിച്ചില്ല ഞാന്. കൊള്ളാം. ബിരിയാണിയൊക്കെ കഴിച്ചു. അവർ ഐസ്ക്രീം തന്നു, അതങ്ങ് മെൽറ്റ് ആയിപ്പോയി കേട്ടോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ, എന്നാലും കഴിച്ചു. മായാൻറ്റിക്ക് വേണ്ടിയിട്ടാ കേട്ടോ. മായാൻറ്റിക്ക് വേണ്ടിയിട്ടോ. മായക്ക് ഒരുപാട് ഇഷ്ടമാണ്. മായ അറിയത്തില്ലേ? രാവിലെ അപ്പൊ ശരി, ഇനി വൈകിട്ട് പാത്രം. ഇതെന്റെ വീട്ടിലെ തന്നെ എടിയാണ്. അപ്പൊ അവനൊക്കെ മൊത്തത്തിലല്ലേ ഇഷ്ടം. വൈകുന്നേരം ഒരു 5 മണിയായി കാണും അല്ലേ? ചായയൊക്കെ കുടിച്ചു. ഞങ്ങളിങ്ങനെ കണ്ടോ, ഫ്ലാറ്റൊക്കെ കണ്ടോ? ഹൈദരാബാദിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റായത്. 10 വീടുകളൊക്കെ കണ്ടോ, നല്ല രസമാണ്. അങ്ങോട്ടൊക്കെ കുറേ പണിയൊക്കെ നടക്കുന്നു. അപ്പം എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ വൈകിട്ട് വെളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ യാത്രയല്ലായിരുന്നു. പുള്ളിക്കാരി സമ്മതിക്കത്തില്ല. ചിലപ്പോൾ ഞങ്ങൾ പോകും. ആ, താഴോട്ട് കാണിച്ചേ, അടിപൊളി. ഹായ് ഹായ്. നല്ലത്. ഇവിടെ തുണി നനച്ചിട്ടേക്കുന്നു. സാരമില്ല അല്ലയോ, കുഴപ്പമില്ല. ഇതിവിടുത്തെ ബാൽക്കണിയാണ്. ഇന്ന് പിടിക്കാതെ തുണികളൊക്കെ കഴുകിയിട്ടിരിക്കുകയാണ്. അയ്യോ, ഓപ്പൺ ആക്കില്ലേ? എഡിറ്റ് ചെയ്തിട്ടാവുള്ളൂ. എൻ്റെ മോൾ ഇവിടെ ഇരിക്കുന്നു, ആൻറ്റി അവിടെ നിൽക്കുന്നു. ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ. എന്താ പറയാനാന്ന് ഓർക്ക്. കുറച്ച് നാണമൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അത് തന്നെ. എത്രയോ വർഷം മുമ്പ് കണ്ടിട്ട് മൃദുല ഇതുപോലെ തന്നെ ഇരിക്കുന്നു. ശ്രീലക്ഷ്മി വലുതായി, എന്നിട്ട് മൃദുല ആൻറ്റി അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇതിന്റെ രഹസ്യം എന്താണ്? ഒന്നും കഴിക്കാതിരിക്കാനോ?
അപ്പൊ എല്ലാരോടും കൂടി പറയുന്ന മൃദുലയുടെ ഒരു സജഷനാണ് ഒന്നും കഴിക്കാതിരിക്കുക, നല്ല ഹെൽത്തി ആയിരിക്കുക. ഒന്നുകൂടെ ജസ്റ്റ് കണ്ടിച്ചായിരുന്നു അത് വേണമെന്നുള്ള. അയ്യോ, അവര് നീളം കുറച്ച് കാണും. കുറച്ച് നീളിക്കാൻ കണ്ണന്റെ കല്യാണത്തിന് വന്നപ്പോ മുടി കുറച്ച് ഞാൻ വെട്ടിക്കൊണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് നീളം കുറച്ചൊന്നുകൂടെ നീളമുണ്ട്, പക്ഷെ വേറൊരു സ്റ്റൈല് വന്നു. ആ സ്റ്റൈല് മാറ്റിക്കും. കാണിച്ച പുറകില് കണ്ടോ, ഞാൻ വെട്ടിക്കൊടുത്ത മുടിയായിരുന്നു. എനിക്ക് ഇണങ്ങുന്നത് അല്ല ആയിരുന്നു, പക്ഷെ ഇതിപ്പോ വേറെ ആരെന്തോ വെട്ടി. കുഴപ്പമില്ല, നല്ല മുടി. ഇതിലേക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു. നിങ്ങൾ കണ്ടല്ലേ ഫ്ലൈറ്റ്? അപ്പൊ ഇത് ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റേ വന്നോണ്ട് ഞാൻ മൃദുലയ്ക്ക് വാങ്ങിച്ചതാണ്. താങ്ക് യു. എന്റെ ഹൃദയം ഇതിന് ശരി. ഞങ്ങള് വെളിയിലൊന്നും കറങ്ങാൻ പോവാണ്. എവിടാ മൃദുല പോന്നെ? ഐക്യ. പിന്നെ അതുങ്ങളുടെ ജോലി സ്ഥലമൊക്കെ കാണിച്ചു തരാം. അല്ല, അത് എന്ത് പറഞ്ഞാ പറഞ്ഞ ഐക്യ? ഒരു ഫർണിഷിംഗ്, അത് സ്വീഡിഷ് അവിടെ കിട്ടുന്നത്. അങ്ങനെ കുറച്ച് ഞങ്ങൾ ഇന്ന് കാണിക്കാം, പിന്നെ ഒരു ദിവസം പോയിട്ട് ഫുള്ള് എടുക്കാം കേട്ടോ. ഇന്ന് കുറച്ച് ടൈമില്ല, വൈകുന്നേരമായി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളാരും ബാറ്റ് കളിക്കാന്ന് വിചാരിക്കല്ലേ. ഇതെന്താണെന്നറിയോ? കൊതുകിനെ അടിക്കുന്ന സാധനം. എന്താ പറഞ്ഞാൽ ഹൈദരാബാദിൽ വന്നപ്പോഴേ ഭയങ്കര കൊതുക്. ഇവിടെ ഞങ്ങളെ 2-3 കൊതുകൊക്കെ കടിച്ചു പറിച്ച് വേണ്ടേ. ഇപ്പൊ ഇവിടെ ഭയങ്കരമായിട്ട് കൊതുകുണ്ട് കേട്ടോ. എടി നീ അങ്ങനെ ആട്ടാതെ, അറിയത്ത് പോലും ഇല്ല അന്നേരം. കൊതുകുണ്ട്. ഇനി ഞാൻ വന്നിരുന്നോണ്ടാന്നോ കൊതുക് വരാത്തേന്ന് അറിയത്തില്ല. ഓ, എന്റെ പുറത്ത് കടിച്ചു. കിയായെ കൊണ്ടുപോയി. അയ്യോ, ഗ്ലാസ് അതിന്റെ മേളില് എല്ലാം ഇതാണ് സോളാർ. ഹൈദരാബാദ് ആമസോൺ. റൈറ്റിൽ കാണുന്നതാണ് ആമസോൺ. കണ്ട, ഇത് US കഴിഞ്ഞാൽ ആമസോണിന്റെ ഏറ്റവും വലിയ ഇത് 15,000 ആൾക്കാർ വർക്ക് ചെയ്യണം ഇതിന്റെ അകത്ത്. അപ്പൊ ഇത്രയും ചുറ്റി വരണോ? അവിടുന്ന് കയറും നേരത്തെ. ഇത് കണ്ടോ, നല്ല രസമില്ലേ? ഇവിടുന്ന് അങ്ങോട്ട് നോക്കി. ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ഇതിന്റെ അങ്ങോട്ട് സെക്കൻഡ് ഫ്ലോർ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇന്ന് ആമസോൺ നേരെ കാണാം. ജനലും കൂടെ ആമസോൺ നേരത്തെ വെളിയിൽ ഇരിക്കുന്നുണ്ട്. വേവറൊക്കെ നേരെ താഴെ DBS ടെക് ഇരിക്കുന്നുണ്ട്. ഇതെന്തുവാ? എന്തൊക്കെയോ കലക്കി തേച്ചു. പിന്നെ കളർഫുള്ളായി. ഞാനും കഴിച്ചു. ഫ്രണ്ട് ഇരിക്കുന്നവർക്ക് അത്രയും പറ്റത്തില്ല. അവരുടെ എയർ ബലൂണൊക്കെ തുറന്നു. ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ എല്ലാവരും കിടക്കാൻ പോവാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.